ഇന്ന് ഡിസംബർ 2-ാം തീയതിയാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ആമിയുടെ പിറന്നാൾ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആമിയുടെ പിറന്നാളാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ തൊഴാൻ പോവാം അല്ലേ ആമി? രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ആമി ഉണ്ട്. ആമി ഹാപ്പി പിറന്നാൾ ആശംസകൾ. ആമി എനിക്ക് ആമിക്കുട്ടാ നല്ല അഭിനയം. ഇത് ആമിയുടെ എന്താ? ഇത് ആമിയുടെ അമ്മായിയാണ്. അമ്മായിയുടെ പേര് അശ്വതി. അപ്പം അശ്വതി ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ആമി. അപ്പം ആമിയോട് രാവിലെ എഴുന്നേൽക്കാൻ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറയുവാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കും പല്ല് തേക്കാൻ വിഷമത്തില്ല പറയുന്നത്. പല്ല് തേച്ചിട്ട് പല്ല് തേക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്. ഇത് വലുതല്ലേ, ഇത് വേണ്ട. ഓക്കെ, എന്താ കുടിക്കാൻ തരുന്ന അമ്മ? പാൽ കുടിച്ചാണ്. ഇന്നിപ്പോ അമ്പലത്തിൽ പോകണമെങ്കിൽ പാല് കുടിക്കണം എന്ന് പറഞ്ഞാണ് ഇങ്ങനെ കുടിപ്പിച്ചത്. നമുക്ക് കുളിച്ചിട്ട് കാണാം അല്ലേ? ഇട്ടാലോടാ, ഇത് നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇത് കറക്റ്റ് ആവും അല്ലേ? എടാ ഇത് വലുതാ മുത്തേ, നോക്ക് നീ. വലുതല്ലേ? വേറെ ഇടാം. ഞാൻ വിചാരിച്ചില്ല മറ്റേ ഡ്രസ്സ് കിട്ടുമെന്നൊക്കെ. അവള് തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സായിരുന്നു. വെളി ഭയങ്കര മഴയാണ്, അതുകൊണ്ടാണ് പട്ടുപാവാട പോലും ഇടിക്കാതിരുന്നത്. ഇതാകുമ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. ഇതെങ്ങനത്തെ ഡ്രസ്സല്ലേ നല്ലത്. ഈ മഴയത്തൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയ പാടായിരിക്കും. പിന്നെ മുടിയൊക്കെ സെറ്റാക്കി. ഒരേ ഇതല്ലേ? അങ്ങനെ ആമി മുടിയൊക്കെ സെറ്റ് ചെയ്തല്ലേ ആമു? നമ്മൾ എവിടെ പോകാൻ ഒരുങ്ങിയത്? ആമിയുടെ ഡ്രസ്സ് അല്ലേ? എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളി മഴ. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയായിരുന്നു പുറത്ത്. ഇന്നലെ വൈകിട്ട് പോകണമെന്ന് വെച്ച അമ്പലത്തിൽ പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് രാവിലെയും ഭയങ്കര മഴ. ആമി പറയുന്നു ആമിക്ക് പേടിയുണ്ടെന്നൊക്കെ. അത്യാവശ്യം നല്ല മഴയാണ്. നമ്മൾ അമ്മയോട് അന്ന് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അത്രയ്ക്കും മഴയാണ്. നമ്മൾ ഈ മഴയത്ത് എങ്ങനെ ഇറങ്ങാനാണ് അവിടെ? പക്ഷെ അമ്പലത്തിൻ്റെ ആ സൈഡ് എത്തിയപ്പോൾ അത്ര മഴയില്ല, ജസ്റ്റ് ചാറുന്നതേ ഉള്ളായിരുന്നു. നമ്മൾ അമ്പലം എത്തിയപ്പോൾ അത്ര വലിയ മഴയില്ല കേട്ടോ. ആമി ഇങ്ങനെ നോക്കുവാണ്. ആമിയുടെ കടകളൊക്കെ എത്തി. അമ്പലം എത്തിയപ്പോഴേ ആമി ഡിമാൻഡ്സ് തുടങ്ങി കേട്ടോ. ബലൂൺ വേണം, കുറേ കടകളുണ്ട്. ഉത്സവമാണ് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ. അപ്പം അത്യാവശ്യം നല്ല തിരക്കുമാണ്. എന്താ ഉള്ളതിന് നമ്മൾ ഓടിപ്പോവാണ്. അപ്പം നമ്മൾ വെച്ച് ഇവിടെ ഉത്സവമല്ല, ഉത്സവമാണ്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ചെരുപ്പിടാം. ചിലപ്പോൾ അത് കാണാതായാലോ എന്ന് ഓർത്ത് നമ്മൾ ഇവിടെ ചെരുപ്പ് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. ആമിക്ക് ഓൾറെഡി നടക്കാൻ നല്ല മടിയാണ്. ഇനിയിപ്പോൾ ഒട്ടും നടക്കത്തില്ല, കാരണം താഴെ മൊത്തം ചെളിയായിട്ടിരിക്കുകയല്ലേ, നല്ല മഴയല്ലേ. ഇപ്പോൾ തറയിലൊക്കെ ഭയങ്കര ചെളിയുള്ളതുകൊണ്ട് അവിടെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞത്. അല്ലെങ്കിൽ ഒക്കെ നടക്കാൻ മടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുമാണ്, നല്ല തിരക്കാണ്. കാരണം തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ് ഇപ്പം, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അത്യാവശ്യം നല്ല തിരക്കാണ്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇത്രയും മഴയായിട്ട് ഈ തിരക്കാണ് അവിടെ. നല്ല തിരക്ക്, നമ്മൾ ജാമായിട്ട് നിൽക്കുകയാണ്. എല്ലാ വട്ടവും ഉത്സവത്തിന് ഞങ്ങൾ രാത്രിയിലേ വരാറുള്ളൂ, പകലിങ്ങനെ വരാറില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉത്സവത്തിന് പകലവിടെ ചെല്ലുന്നത്. ഈ കെട്ടിയിരിക്കുന്ന അടുത്തൊക്കെ ആനകൾ വരും. കുറേ ആനകൾ കാണും രാത്രിയാണെങ്കിൽ, സന്ധ്യയ്ക്ക് വരണം. പക്ഷെ ഇപ്പോൾ ആരും ഇല്ല. വൈകിട്ട് വരുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പം നമ്മൾ വൈകിട്ടൊക്കെ ഭയങ്കര മഴയായ കാരണമാണ് നമ്മളിന്ന് രാവിലെ വന്നത്. രാവിലെ തന്നെ വരണ്ടാന്ന് വിചാരിച്ചാൽ നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പം വലിയ മഴയില്ല, ചെറിയ ചാറ്റൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ കൊടിമരം ഒന്ന് സൂം ചെയ്തെടുക്കാൻ നോക്കിയതാണ്.
ഫ്രണ്ടിൽ ചെന്നാൽ എടുക്കാൻ പറ്റില്ല, അവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ്. ഈ സൈഡിൽ കൊണ്ടൊന്ന് സൂം ചെയ്യാൻ നോക്കിയതാണ്. ആമിക്ക് ഹാപ്പിയാണ്. ആമി ഹാപ്പിയാകാൻ കാരണം എന്ന് വെച്ചാൽ ആമിക്കറിയാം ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആമി ഒന്നുകൂടെ ഹാപ്പി ആവും. അപ്പം അത്രയ്ക്ക് ഹാപ്പി അല്ല. അല്ലെങ്കിൽ ആമിക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ ഈ മണ്ണില്ലേ, ഈ മണ്ണിൽ ഓടി തന്നെ ഓരോരോ വട്ടം വരയ്ക്കും കൈകൊണ്ട്. ഇന്ന് അതൊന്നും പറ്റില്ല. ഫുൾ ചെളിയായതുകൊണ്ട് ആമിക്ക് ഇച്ചിരി ചെളിയൊക്കെ കൈ പറ്റുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് പിന്നെ അടങ്ങിയിരിക്കുന്നുണ്ട്. അടങ്ങിയിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ എടുത്തോണ്ട് നടക്കത്തില്ല. അങ്ങനെ നമ്മളപ്പോൾ വിചാരിച്ച് ഇനി അകത്ത് കയറി തൊഴാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന്. കാരണം ഉത്സവമായ കാരണം അകത്ത് കയറി തൊഴാൻ ചാൻസ് കുറവാണ്. കാരണം അമ്മ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് താഴെ ഇറക്കുമെന്ന് പറയാം. ജെല്ലും ചെയ്ത എന്നാൽ പിന്നെ നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഇനി ഇവിടെ ഒരുപാട് നിൽക്കേണ്ടെന്ന് വെച്ചു. നല്ല തിരക്കാണ് അകത്ത്. എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുകൊണ്ട്. മഴയും അപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇരിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ആമി ഇരിക്കത്തില്ല, ആമി കരയാൻ തുടങ്ങി. അത്യാവശ്യം മഴ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നാൽ ജസ്റ്റ് കടയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചാണ് ഇറങ്ങിയത്. എനിക്ക് ശരിക്കും ഉത്സവക്കട ഇങ്ങനെ വെറുതെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടം. ഒന്നും വാങ്ങിക്കണമെന്നൊന്നുമില്ല, പക്ഷെ കണ്ടാൽ മതി. ഈ നമ്മൾ ഈ പഴയ കാലത്ത് ഈ മിഠായികളൊക്കെയാണ് നമ്മൾ പല ഉത്സവക്കടയിലും കാണുന്നതാണ്. പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഇത് കുറേ പേനകൾ അങ്ങനത്തെ സാധനമൊക്കെ പണ്ടൊക്കെ വാങ്ങിക്കായിരുന്നു, ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ കുറേ എന്തൊക്കെയോ ഡ്രസ്സുകൾ, ഈ മണ്ണിനോടുള്ള ചെറിയ ചെറിയ ഇങ്ങനെ പാത്രങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ സാധനം. ശരിക്കും ഇപ്പോൾ ആമിയും അമ്മ ആരെയും കാണുന്നില്ല. ഞാൻ സെർച്ച് ചെയ്യണത് ഇപ്പോഴാണ് അവരെന്നെ കിട്ടുന്നത്. കാരണം ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് പതുക്കെ നടക്കുന്നതാണ്. ഇവർ സ്പീഡിലങ്ങ് പോവുക. എന്ത് വേണ്ടേ? എന്ത്? അതോ ആ മാലയാണോ വേണ്ടേ? പിന്നെ ചീപ്പ് പിന്നെ കടയിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എന്ത് വേണം? അവളിങ്ങനെ അത് വേണം ഇത് വേണം വെറുതെ സൂപ്പറാണോ? നമ്മൾ കുറേ നാളായിട്ട് മോതിരത്തിന് വേണ്ടി തപ്പി നടക്കുവാണ്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഇന്നത് കിട്ടി. കാരണം ആമിയുടെ അളവിന് മോതിരം കിട്ടാൻ പാടല്ലേ. പക്ഷേ ഇവിടെ ഇതുണ്ടായിരുന്നതുകൊണ്ട് ആമി ഹാപ്പിയായി. എന്താ വേണ്ടേ? ബബിള്. വേറൊന്നും വേണ്ട? ബബിള് മതിയോ? ബബിള് വേണോ? വേറൊന്നും ഇല്ല ഇനി? ബലൂണിനി ഇല്ല. ബലൂൺ വേണോ ബബിള് വേണോ? ബബിൾ. ഓക്കെ, ഇത് മതിയോ? ഇത് മതിയോ? പിന്നെ ഏതാ? ഇത് എളുപ്പം കേടായി പോകും മോളെ. നമ്മൾ എത്ര മേടിച്ച് കേടാക്കി. ഇതാണെങ്കിൽ നല്ലത്. ഇത് കണ്ടോ സ്പൈഡർമാൻ. ആമിക്ക് എന്ത് വേണമെന്ന് ആമിക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഇപ്പം വാച്ചായി അത്. ഞാൻ വെറുതെ ഈ മാലയൊക്കെ നോക്കിയതാണ്. ഞാൻ ഇങ്ങനത്തെ മലന്ന് ഇടാറില്ല, വെറുതെ നോക്കിയതാണ്. അപ്പോൾ ആമിക്ക് പറ്റിയൊരു സാധനം കിട്ടി. ആമി ഓൾറെഡി വാച്ചിന് വേണ്ടി കരയുവാണ്. ഓൾറെഡി ആമിക്ക് 2 വാച്ചുണ്ട്. അപ്പോൾ ഈ സ്കെയില് വാങ്ങിച്ചു ആമിക്ക് സർപ്രൈസായിട്ട്. ഞാൻ ഉത്സവക്കടയിലൊക്കെ പോയാൽ കമ്മലിൻ്റെ സെക്ഷൻ കാണുമ്പോൾ ഞാൻ നിന്ന് കുറച്ച് നോക്കാറുണ്ട്. മേടിക്കുന്നത് കുറവാണ്, എന്നാൽ പോലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിക്കും കേട്ടോ. ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൈ നീട്ടിയേ സർപ്രൈസ്. എന്താ ഇഷ്ടപ്പെട്ടാ? ഇനിയൊന്നും വേണ്ടല്ലോ. ചൂടില്ല, ഉപ്പില്ല. എല്ലാത്തിനും ബീച്ചിലേക്ക് വെറുതെ നടക്കുവാണ്. ആമി നോക്കുവാണ് ഇനി എന്താണ് ആമിക്ക് പറ്റിയതെന്ന്. അപ്പം ഇതാണ് ആമിക്ക് കാലിൽ ഈ കുഞ്ഞിൻ്റെ ബേബി. 50 രൂപ.
ഞാൻ 50 രൂപ ബാർഗെയിൻ ചെയ്ത് സാധനം മേടിച്ചു. ഇഷ്ടപ്പെട്ട പറയും, അവരാരും കേൾക്കാറില്ല. അവർ പറയുന്ന വിലയ്ക്ക് ഞാൻ സാധനം മേടിച്ചു. യൂട്യൂബിൽ അത് ഇടരുതെന്ന് പറഞ്ഞെന്ന്. സന്ധ്യക്ക് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇപ്പം അത്ര രസമില്ല. ഞങ്ങളിനി അടുത്ത മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും വീട്ടിലെത്താമെന്നുള്ള ഇതിലാണ് നടക്കുന്നത്. പിന്നെ ആമിക്ക് ബസ്സിൽ പോയാൽ മതിയെന്നും പറയുന്നുണ്ട്. പിന്നെ ആമിക്ക് ബലൂൺ വേണം. അങ്ങനെ പോയപ്പോഴാണ് ഒരു പായസക്കട കണ്ടത്. രണ്ട് കടയിൽ അടുപ്പിച്ച് പായസങ്ങളാണ്. ഇപ്പോൾ ആമിയുടെ പിറന്നാളാണ്. ഇനി വീട്ടിൽ ചെന്ന് പായസം ഉണ്ടാക്കാനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇവിടെ നിന്ന് പായസം മേടിക്കാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ പരിപ്പ് പായസം ട്രൈ ചെയ്തു. ഓൾറെഡി എനിക്ക് പരിപ്പ് പായസം വലിയ ഇഷ്ടമല്ല, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ അടപ്രഥമൻ മേടിച്ചത് നല്ലതായിരുന്നു. എനിക്ക് ശരിക്കും ഉത്സവത്തിന് പോവുക, അവിടെ വെറുതെ നടക്കുക, ഈ ബജ്ജി കഴിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പം അങ്ങനെ ബജ്ജി കഴിക്കാനുള്ളൊരു മൂടില്ല. ഒരു ബജ്ജി കഴിച്ച് മതിയായി. ആമി വഴക്കിടാൻ തുടങ്ങിയിട്ടാണ്. ആമിക്ക് ബസ്സിൽ വേണം. നമ്മൾ തിരിച്ച് ബസ്സിലായിരിക്കും പോകുന്നത്. കാരണം ആമിക്ക് ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. ആമിക്ക് ബസ്സിൽ പോകുന്നത് വഴക്കാണ് വരാറ്. ഇനി തിരിച്ച് നമ്മൾ ബസ്സിലായിരിക്കും പോകുന്നത്. അപ്പം നമ്മളിനി ഒരു ബലൂൺ അന്വേഷിച്ചാണ്. ഈ ബലൂൺ അന്വേഷിച്ച് ഏതെങ്കിലും ബലൂൺ പോരാ, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ബലൂൺ വേണം. അങ്ങനെ ആമിയുടെ നല്ല എയറോപ്ലെയിൻ ഇടുന്നുണ്ട്. അവിടെ മോനൊക്കെ നോക്കിയിരിക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. ആ കടയിൽ അവരുടെ മോനാന്ന് തോന്നുന്നു. അതിന് മേടിച്ചു കൊടുക്കണം ബലൂൺ. ഈ ബലൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബസ്സിൽ കയറി പോകാൻ ബസ് കയറാൻ വേണ്ടി നമുക്ക് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ആമിക്ക് ബസ്സിൽ പോകണമെന്ന് പറഞ്ഞ് വഴക്കാണ്. ആമിക്ക് ഓട്ടോ വേണ്ട. നമുക്ക് ആർക്കും സീറ്റ് കിട്ടിയില്ല, ആമിക്ക് മാത്രം കിട്ടി. ആമി അവിടെ ഇങ്ങനെ പമ്മിയിരിക്കുന്നുണ്ട്. ആമിക്ക് ഭയങ്കര ഇഷ്ടം ബസ്സിൽ പോകാൻ. എന്താണെന്ന് പറയാം, അവൾ പറയാം ബസ്സിൽ നല്ല കാറ്റാന്ന്. നമുക്ക് ബസ്സിൽ പോകാനാണ് ഏറ്റവും ഇഷ്ടം. സൂപ്പർ സുന്ദരിയല്ലേ അമ്മ ആമി കഴിക്കാൻ വേണ്ടി ഇപ്പോൾ അടിപൊളിയല്ലേ ആമി കഴിക്കാൻ. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. ആമി ചോറ് കഴിക്കാറേ ഇല്ല. ആമി ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ ആമിക്കല്ല വേണ്ടാന്ന് പറയുന്നത്. ഞാൻ കഴിച്ചോട്ടെ എന്നൊക്കെ പറയും. എങ്ങനെയെങ്കിലും സോപ്പ് തേച്ചിട്ട് ചോറ് കഴിപ്പിക്കാൻ നോക്കുക. പപ്പടം ആമിക്ക് ചോറും അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു ഗംഭീര സദ്യ ഒന്നുമില്ല. നമ്മൾ ഇല കഴിക്കുന്നേ ഉള്ളൂ, കുറച്ച് കറികൾ മാത്രം. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ഒരു പായസം മേടിച്ചു. അത്ര പായസം പോലും ആമി കഴിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ദിവസം അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.